നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് തേർഡ് പാർട്ടി റീഡിംഗ് എടുക്കാം. ഓക്കെ, ഐ തിങ്ക് നമ്മൾ ചെയ്യുന്നതിൽ വരുന്നുണ്ട് തേർഡ് പാർട്ടി, പക്ഷെ എന്നാൽ അത് മാത്രം സ്പെസിഫിക് ആയിട്ട് നമുക്കൊന്ന് എടുക്കാം. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എന്താ നടക്കുന്നത് നോക്കാം. നമ്മുടെ സ്പൈ വർക്ക്. ഓക്കെ, ഞാൻ പോസ്റ്റിൽ എപ്പോഴും ഞാൻ അങ്ങനെ പേരിടാറ് സ്പൈ വർക്ക് എന്ന്. ഓക്കെ, നമുക്കൊന്ന് സ്പൈ നോക്കാം അല്ലേ, നമുക്കൊന്ന് എന്താ പറയുക, ഡിറ്റക്റ്റീവ് വർക്ക് ചെയ്ത് നോക്കാം. അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പം എന്താണ് നോക്കാം. ഓക്കെ, അവർ തമ്മിലുള്ള സിറ്റുവേഷൻ, അവർ ഹാപ്പി ആണോ, ഓക്കെ ആണോ, എന്താ നടക്കുന്നത്? അതിപ്പോൾ സിറ്റുവേഷൻ എന്തു ആവാം. മാരീഡ്, നിങ്ങൾ മാരീഡ്, അവർ മാരീഡ്, ലൈക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മീൻസ് നിങ്ങൾ റീഡിങ് കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ട്, ആൻഡ് അവർ തേർഡ് പാർട്ടിയിൽ പോയി എന്ന് വിചാരിക്കുക അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തി, അത് അവർ മാരീഡ് ആവാം. ഓക്കെ, നിങ്ങളും മാരീഡ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. അല്ലെങ്കിൽ അവരല്ല, നിങ്ങളുടെ ജസ്റ്റ് നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പാണ്, നിങ്ങൾ സിംഗിൾ ആയിരിക്കാം. ഓക്കെ, ജസ്റ്റ് സിംഗിൾ, അങ്ങനത്തെ കാര്യങ്ങളും ആവാം. പക്ഷെ അവർ ലൈഫിൽ വേറൊരു തേർഡ് പാർട്ടിയും കൂടി ഉണ്ട് എന്ന രീതിയിൽ. ഓക്കെ, മാരേജ് ഫിക്സ് ആവുന്നു, മാരേജ് ആവാൻ പോകുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് അവർ ഡേറ്റിംഗ് ചെയ്യുന്നു, എന്തോ ആയിക്കോട്ടെ, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്തൊക്കെയായാലും. സോ സിനാരിയോസ് ഇവിടെ എന്തും ആവാം. ഓക്കെ, ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ ബോട്ടമിൽ പിന്നെ ഇതെന്താ അത്? ഓക്കെ, സോറി അതെ. ഓക്കെ ഓക്കെ, ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കുന്നു, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഞാൻ നേരത്തെ ബോട്ടം ആക്ച്വലി ഇതൊരു കാർഡ് കണ്ടപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവ് ഫീൽ ചെയ്താണ്. ബട്ട് എനിവേ, നമുക്ക് റീഡിങ് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം, സെപ്പറേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, എന്തോ ആയിക്കോട്ടെ. അല്ല കോണ്ടാക്ട് ഉണ്ടെങ്കിലും ശരി. ഓക്കെ, നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ ചിലത് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇത് ഹെർമിറ്റ് കാർഡാണ്. ഓക്കെ, ഹെർമിറ്റ് പറയുമ്പോൾ ഇവിടെ ഓക്കെ നിങ്ങൾ പറയാം. ജസ്റ്റിസ്, ചാരിയറ്റ്, സ്ട്രെങ്ത്, ഒന്നുകൂടെ എടുത്തേക്കാം, ഡെത്ത്. ഓക്കെ, എന്താണാവോ. ഇവിടെ ടെമ്പറൻസ് ആണ്. ഓക്കെ, ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ബാലൻസിന്റെ കാര്യം പറയാം നമുക്കിവിടെ നോക്കാം. ലെറ്റ്സ്, ഞാൻ കുറച്ച് ടാരോന്ന് കൂടി എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇത് മേജർ ആർക്കാനാസ് മാത്രമാണ്. ഇത് മേജർ ആർക്കാന എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന രീതിക്ക് പറയാം. ഓക്കെ, അതായത് മേജർ ഈവൻറ്റ്സ് നടക്കുന്ന രീതിയിൽ പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. എന്തായാലും നമുക്കിത് കൂടി ക്ലാരിഫിക്കേഷൻ എടുക്കാം. എന്നിട്ട് ചിലപ്പോൾ ഒരു സിമിലർ കാർഡ്സ് വരും. ഹെർമിറ്റ് കാർഡ് എന്താണ് ഇവിടെ? 7 ഓഫ് കപ്സ്. ജസ്റ്റിസ് എന്താണ്? 4 ഓഫ് സോർഡ്സ്. ചാരിയറ്റ്, എംപറർ, സൺ കാർഡ് ആൻഡ് സ്ട്രെങ്ത്, ഡെത്ത് ആൻഡ് പേജ് ഓഫ് വാൻഡ്സ്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി തന്നെയാണ്. തേർഡ് പാർട്ടി എനർജി ഉണ്ട് ഇവിടെ. ആരും ആവാം, ലേഡി ആവണമെന്നില്ല. ഓക്കെ, ലേഡീസ് ആവണമെന്നില്ല, എന്തും ആവാം. ഓക്കെ, ജെൻസ് ആവാം, ലേഡീസ് ആവാം, പാരൻസ് ആവാം. പാരൻസ് എന്ന രീതിക്കല്ല, കൂടുതലും എനിക്ക് ഇവിടെ നമ്മൾ പറഞ്ഞത് ഐ തിങ്ക് മാരീഡ് സിറ്റുവേഷൻ തന്നെയാണ്. കാരണം എംപറർ ഉണ്ട് ഇവിടെ. ഓക്കെ, ചിലവർക്ക് പാരൻസും ആവാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അത് ഇതാക്കണ്ട. ഓക്കെ, സോ ഓക്കെ, ഹെർമിറ്റ് കാർഡ്, ഈഗോ, ഹെർമിറ്റ്, 7 ഓഫ് പെന്റക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്. ഓക്കെ, ടവർ കാർഡ് ഉണ്ട് ഇവിടെ, ഡെത്ത് ആൻഡ് ഞാൻ അതൊന്ന്. ഓക്കെ, സോ നിങ്ങൾ തമ്മിലൊരു എൻഡിങ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു എൻഡിങ്, നിങ്ങൾ തമ്മിലൊരു അകൽച്ച, മാറി നിൽക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ടവർ മൊമെന്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഒരു കാര്യം പറഞ്ഞ്, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു വഴക്കാവുക, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ്റെ ഒരു സംസാരം വന്നു, നിങ്ങൾ തമ്മിൽ അകന്നു എന്ന രീതിക്ക് ഒരു സെപ്പറേഷനെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെത്തും ഉണ്ട്, ടവർ കാർഡും ഉണ്ട്, ഹെർമിറ്റ് ഒക്കെ ഉണ്ട്. സോ മേ ബി നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്, ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം. ചിലവർക്ക് ദൂരെ ആയിരിക്കാം പേഴ്സൺ. ഓക്കെ, വേറെ സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ
നിങ്ങൾ തമ്മിൽ അകൽച്ച വന്നു എന്ന രീതിക്കും നിങ്ങൾ തമ്മിൽ ഒരു ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഒരു നമ്മൾ പറയും ടവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിങ് എന്ന രീതിക്ക് അങ്ങനെ എടുക്കണ്ട, അത്ര സ്ട്രോങ് ആയിട്ട് എടുക്കണ്ട. പക്ഷെ നമ്മൾ തമ്മിലൊന്ന് പറഞ്ഞ് ആകെ തെറ്റി എന്ന് പറയുന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ഭാഷയിൽ പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തെറ്റിപ്പോയി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വല്ലാതെ. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു എന്നെടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഹെർമിറ്റ് കാർഡ് 2 തവണയുണ്ട്. സോ നിങ്ങൾ തമ്മിൽ യെസ് കോൺടാക്ട്, നോ ലെസ് കോൺടാക്ട് എന്ന് പറയാം. ഓക്കെ, ഒരു സൈലൻസ്, നോ കോൺടാക്ട്, ലെസ് കോൺടാക്ട്, ചിലവർക്ക് ഈവൻ സെപ്പറേഷൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇരുന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ ഒരു സൈലൻറ്റ് മോഡിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് 7 ഓഫ് കപ്സ് ആണ്. സോ 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെയും ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മുടെ കൺഫേം തന്നെയാണ്. ആൻഡ് കിങ് ഓഫ് വോൺസ് ഉണ്ട്. സോ വേറെ ഏതെങ്കിലും കിങ് ഓഫ് ക്വീൻ ഇല്ല അവിടെ. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയാം. നിങ്ങളുടെ പേഴ്സൺ വേറെ ആരോടോ സംസാരിക്കുന്നുണ്ട്, ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന രീതിക്കൊക്കെ എടുക്കാം. ഒരു അട്രാക്ഷനിൽ അങ്ങനെ പോയതായിരിക്കാം. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ എന്താ സിറ്റുവേഷൻ ചോദിച്ചാൽ ജസ്റ്റിസ് പറയുന്നുണ്ട്, 4 ഓഫ് സോർഡ്സ് ആൻഡ് 6 ഓഫ് വോൺസ്. ഇവിടെ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവർ തമ്മിൽ ആക്ച്വലി തേർഡ് പാർട്ടിയുമായിട്ടും സൈലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അവിടെയും ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെ ആയിരിക്കാം. മേ ബി അവർ തമ്മിൽ ലീഗൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം. ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലവർക്ക് ലീഗൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സണിന് വേറെ തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ അഗൈൻ 4 ഓഫ് സോർഡ്സ് ആണ്. സോ സൈലൻസ് ആണ് വീണ്ടും. ഓക്കെ, ഒരു ഒന്ന് എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ വളരെ ടയേർഡായിട്ടിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ. ഓക്കെ, അവർക്ക് ജയിക്കണം എന്നുണ്ട്, അവർക്ക് ജയിക്കണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. ഒരു ന്യായം വേണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ പേഴ്സണും മേ ബി തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. ഓക്കെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഓക്കെ, മേ ബി ഈ ടവർ കാർഡ് ഒക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഓക്കെ ഒരു ഭാഗത്ത് അതുണ്ട്, യെസ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ടവർ മൊമെൻറ്റ് വന്നിട്ടുണ്ടാവാം. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു അകൽച്ച എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ മേ ബി ഇനി തേർഡ് പാർട്ടിയുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടെന്നോ എന്തെങ്കിലും തരത്തിൽ. ഓക്കെ, അവിടെ ഒരു അവർ തമ്മിലും ഒരു സെപ്പറേഷൻ അകൽച്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹെർമിറ്റും ഉണ്ട്, യെസ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അവരും ആയിട്ട് അധികം സംസാരിക്കുന്നില്ല എന്ന രീതിക്കാണ്. അവിടെയും ഒരു ലൈക്ക് തോറ്റിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തോൽക്കുക ജയിക്കുക രണ്ടും നമുക്ക് ആക്ച്വലി അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. കാരണം ഇത് നമ്മളൊരു തോറ്റിരിക്കുന്ന പോലെ, ഒരു എല്ലാം ഗിവ് അപ്പ് ചെയ്തിരിക്കുന്ന പോലെ എന്നാണ് പറയുക. ആൻഡ് ഇത് സക്സസ് ആണ്. സോ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു ജയിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ. ഓക്കെ, അവർ തമ്മിൽ മേ ബി വല്ല വാക്ക് തർക്കം നടക്കുന്നുണ്ടാവും. അതിൽ അവർ ജയിക്കാൻ, രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാതെ ജയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെയാവാം. ആൻഡ് ഇവിടെ എംപറർ കാണുന്നുണ്ട്. ഈഗോ, നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കോ രണ്ടുപേർക്കും ഈഗോ ഉണ്ടാവാം. ഓക്കെ, അഗെയിൻ ഇവിടെ സൈലൻസ്, യെസ്. ഈഗോ കൊണ്ടാണ് സൈലൻസ് ഇവിടെ ഉള്ളത്. ഈ 2 കാർഡും ഈഗോ, ഡെത്ത് ആൻഡ് ഹെർമിറ്റ് ഒന്നിച്ച് വന്ന സ്ഥിതിക്ക് ഈഗോ കൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ, അവർ തമ്മിൽ ഈഗോ ഉണ്ടാവാം, ഈഗോ ക്ലാഷസ് ഉണ്ടാവാം, അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈഗോ ക്ലാഷസ് എന്തെങ്കിലും പറഞ്ഞ്, ഐ തിങ്ക് അതാണ് ഇവിടെ ജയിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മൾ ഇപ്പം ജയിക്കാൻ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ അത്രയുമായി ഒരു ഈഗോ ആണ്. 2 പേർക്കും ഐ തിങ്ക് ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, അവർ തമ്മിലൊരു ജസ്റ്റിസിന് ഒരു നമ്മൾ പറയില്ല ന്യായത്തിന് വേണ്ടി എന്നല്ല, ആക്ച്വലി അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഓക്കെ, ആരാണ് ജയിക്കുക എന്ന രീതിക്ക് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് മൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ചിലവർക്ക് പല യാത്രകളുടെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, യാത്ര പോകുന്ന കാര്യം, നിങ്ങളുടെ പേഴ്സണോ ഡിസ്റ്റൻസിലായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ മേ ബി തേർഡ് പാർട്ടിയും അവരും തമ്മിലും ചിലപ്പോൾ വല്ല ഡിസ്റ്റൻസിലായിരിക്കാം. അവർ തമ്മിൽ പരസ്പരം കാണാനോ മീറ്റ് ചെയ്യാനോ പ്ലാൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഇവർ ദൂരേക്ക് മാറിപ്പോയി എന്ന രീതിക്ക് പറയാം. നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ ദൂരേക്ക് മാറിപ്പോയതായിരിക്കാം. ഓക്കെ, ആ രീതിക്ക് പറയാം. ചിലപ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിലൊരു അകൽച്ച വന്നതിൻ്റെ കാര്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഓക്കെ, ഓക്കെ, പക്ഷെ അവർ തമ്മിൽ ഐ തിങ്ക് ഇപ്പം ഒന്ന് മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ തമ്മിൽ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സ്ട്രെങ്ത് ഉണ്ട്, സൺ കാർഡ് ആൻഡ് 7 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ആക്ച്വലി ഇതിനെ അവർ റീബിൽഡ് ചെയ്യണമെന്ന് അവർ ശ്രമിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ
അവർക്കത് വീണ്ടും ഒന്ന് റിന്യൂ ചെയ്തെടുക്കണം. ഓക്കെ, വീണ്ടും അവിടേക്ക് ഒരു സന്തോഷം കൊണ്ടുവരാനൊക്കെ നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ചിലപ്പോൾ ഇനി വല്ല യാത്ര പ്ലാൻ ചെയ്താണോ അതും അറിയില്ല. ഓക്കെ, പല യാത്രകൾ പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് അവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇപ്പം അവർ സ്റ്റക്കാണ് സിറ്റുവേഷൻ. ഓക്കെ, മൂവ്മെന്റ് വരേണ്ടതാണ്. ചാരിറ്റി എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് യാത്ര എന്നൊക്കെയാണ്. ബട്ട് ഇവിടെ എനിക്ക് ഹെർമിറ്റ് ഇത് വന്നതുകൊണ്ട് ഇവിടെ അവർ തമ്മിൽ ഇപ്പോൾ ഒരു മൂവ്മെന്റ് ഇല്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെങ്ത് കാർഡ് ആൻഡ് സൺ ഉണ്ട്, പക്ഷെ അവർ തമ്മിൽ ഡെവലപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും അത് ശരിയാക്കാനോ കാര്യങ്ങൾ ബെറ്റർ ആക്കാനോ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അഗെയിൻ 7 ഓഫ് പെന്റിക്കിൾസ് ഗ്രോത്ത് ഇല്ല എന്നാണ് പറയാം നമ്മൾ. ഓക്കെ, അവർക്ക് ആ സിറ്റുവേഷനിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തത്, ഓക്കെ, അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നും പറയാം. ഓക്കെ, അവർ വിചാരിച്ച പോലെ അവിടെ ഒരു ഗ്രോത്ത് കിട്ടിയിട്ടില്ല. അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഇത് വളരെ നല്ലൊരു ബന്ധമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ അതിലൊരു ഗ്രോത്ത് എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, അവിടെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവർ ഈഗോക്കുള്ള രണ്ടുപേരും ഒരേപോലെ ഈഗോ ഉള്ള വ്യക്തികളായിരിക്കാം. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നായിരിക്കാം. ഓക്കെ, മേ ബി ഇവിടെ ഈ 7 ഓഫ് കപ്സ് എനിക്ക് തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണോ എന്നും തോന്നുന്നുണ്ട്. അങ്ങനെയാവാം. ഓക്കെ, സോ എനിവേ എന്തായാലും ഇവിടെ അവർ തമ്മിൽ ഇപ്പോൾ ഒരു ഗ്രോത്ത് ഇല്ല. ശരിക്കും സ്ട്രെങ്ത് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിനെ ബിൽഡ് ചെയ്യണം എന്ന് അവർ ശ്രമിക്കുന്നുണ്ട്. സൺ കാർഡ് ഉണ്ട് ഇവിടെ, ബട്ട് 7 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ കോൺഫ്ലിക്റ്റ് ആണ്. സോ അവിടെ നമ്മൾ പറയാൻ പറ്റുന്നത് അവർ തമ്മിലൊരു ബെറ്ററാക്കി എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സ്ലോ ഗ്രോത്ത് ആണെന്ന് പറയാം. ഓക്കെ, അവിടെയും പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പോൾ അവർ ഒരു കോംപ്രമൈസിൽ പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. കാരണം നമുക്ക് ഇവിടെ ടെമ്പറൻസ് നേരത്തെ വന്നിരുന്നു. സോ ഒരു കോംപ്രമൈസിൽ പോകാൻ ശ്രമിക്കുന്നുണ്ടാവാം. ബട്ട് എനിക്ക് അവിടെ എവിടേക്കോ കണ്ടു വീണ്ടും ഒരു എംപറർ കാർഡാണ്. സോ അഗെയിൻ ഈഗോ, സൈലൻസ്, ഈഗോ എന്നുള്ള കാര്യം വളരെ വളരെ വീണ്ടും എടുത്തെടുത്ത് വരികയാണ്. പേഴ്സണിന് ഈഗോ ഉണ്ടാവാം, നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഈഗോ ഉണ്ടാവാം, രണ്ടും ഉണ്ടാവാം. ഓക്കെ, അവർ തമ്മിൽ ആ ഒരു അപ്പോൾ എങ്ങനെ ഉണ്ടാവും, നമ്മൾ രണ്ടുപേരും ഈഗോ വെച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ, ആലോചിച്ച് നോക്കാം. അതിൻ്റെ ഇവിടെ ഡെത്ത് ആൻഡ് പേജ് ഓഫ് വോൺസ് ആൻഡ് 5 ഓഫ് വോൺസ് ആണ്. അവർ തമ്മിൽ ഇടയ്ക്ക് സംസാരം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ടാവാം ഓൾറെഡി. ഓക്കെ, ചിലപ്പോൾ ഒരു എൻഡിങ് ഉണ്ടായി കാണും. എങ്ങാനും സംസാരിച്ചാൽ തന്നെ അവിടെ വീണ്ടും കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. ഓക്കെ, വീണ്ടും കോൺഫ്ലിക്ട്സിൻ്റെ കാര്യമാണ് കാണുന്നത്. സോ ഇവിടെ ഒരു ഡെത്ത് സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് അവർ കാർഡും അവർ റിലേറ്റഡ് ആയിരിക്കാം. സോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അവർ ഇടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്, അതൊന്ന് ശരിയാക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മാരീഡ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ എംപറർ പറയുമ്പോൾ നമ്മൾ ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്ക് എടുക്കാം. സോ അവർ തമ്മിൽ മാരീഡ് ആണെങ്കിൽ ലീഗലി മാരീഡൊക്കെ ആയിരിക്കാം. സോ നമ്മൾ പറയില്ലേ ന്യായമായി ആ ബന്ധം നമ്മൾ നിലനിർത്തണം. ആക്ച്വലി മാരീഡ് സിറ്റുവേഷൻ ആവാം. ഓക്കെ, സോ അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ എന്താ പറയുക, ശ്രമിച്ച് തോൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ബട്ട് എനിവേ ഐ തിങ്ക് അവരങ്ങനെ കൈവിട്ടിട്ടില്ല ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണാനില്ല. അവിടെ ഒരു ഹാങ്മാൻ സിറ്റുവേഷൻ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ കാർഡ് വന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അവർ തമ്മിലൊരു ഇപ്പോൾ ഒരു ഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എൻഡിങ് വരുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ കോൺഫ്ലിക്ട്സും സംസാരങ്ങളും കോൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് തേർഡ് പാർട്ടിയുമായിട്ട്. പക്ഷെ ഇടയ്ക്കൊരു ചെറിയ നല്ല അതും ഉണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഞാനങ്ങനെ നമ്മൾ ഒരുപാട് ഇതാക്കി വെറുതെ ഞാനിങ്ങനെ ഇല്ലാത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാണുന്നത് ഞാൻ പറയണ്ടേ. അവർ തമ്മിൽ ശ്രമിക്കുന്നുണ്ട്, ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് അവിടെ ആ ഈഗോ വന്നിട്ട് ഇടയിൽ കൂടെ ഒരു നോക്കാം. എനിവേ കുറച്ച് കാർഡ്സ് ഇവിടെ ഞാൻ എടുത്തേക്കാം. എന്നിട്ട് ബാക്കി ഒരു ഡെവിൾ കണ്ടു. ഇപ്പൊ നിങ്ങളുടെ ഡെത്ത് വീണ്ടും ആൻഡ് ഡെത്ത് ആൻഡ് ടവർ കാർഡ് വീണ്ടും ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ടവറുടെ എൻഡിങ് ആണ് കാണുന്നത്. ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു എൻഡിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഒരു എൻഡിങ്ങിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ആൻഡ് അവർ എൻഡിങ് ആൻഡ് എ ന്യൂ ബിഗിനിങ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡെത്തിനെ നമ്മൾ അങ്ങനെ പറയാം, എൻഡിങ് ആൻഡ് എ ന്യൂ ബിഗിനിങ് എന്ന് പറയും. ഇവിടെയും ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് കാണുന്നത്. സോ ആൻഡ് ന്യൂ ബിഗിനിങ് എങ്ങോട്ടാണ്? ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇതൊരിക്കലും തേർഡ് പാർട്ടി അല്ല. ഓക്കെ, ഒരിക്കലും തേർഡ് പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്ത് ക്വീൻ ഓഫ് കപ്സ് വരില്ല, ഒരിക്കലും വരില്ല. ഓക്കെ, ഞാനത് ഉറപ്പിച്ച് പറയാം. നമ്മൾ തേർഡ് പാർട്ടിയെ കുറിച്ച് നോക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇത് നിങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ഇത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ അവർ ഒരു ഡെവിൾ ആണ് ഇവിടെ ഇടയിലുള്ളത്. ഡെവിൾ എന്ന് പറയുമ്പോൾ അവിടെ അവർ സ്റ്റക്കായി നിൽക്കുന്നതായിരിക്കാം, പെട്ട് നിൽക്കുന്നതായിരിക്കാം. എനിക്ക് പെട്ട് നിൽക്കുന്ന പോലെ ഫീലിംഗ്, അവിടെ ഒരു നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ അത് മാരീഡായി, ഓക്കെ ഇനി അവിടെ നിന്ന് വിട്ട് മാറാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥിതികളായിരിക്കാം. എന്തെങ്കിലും സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ, ഓക്കെ അഡിക്ഷൻസ് ഉണ്ടാവാം നിങ്ങളുടെ പേഴ്സണിന്, അല്ലെങ്കിൽ അവർക്ക് തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. സെക്ഷൽ അഡിക്ഷൻസ് ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുമുള്ള കാര്യങ്ങളാണ്. ഒരു നെഗറ്റീവ് വൈബാണ് ആദ്യം തന്നെ വന്നത് അല്ലേ. സോ ബട്ട് അതിൽ നിന്ന് പുറത്തു വന്ന് അവരപ്പോൾ ആ സമയത്ത് ശരിക്കും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ്.
ഓക്കെ, അങ്ങനെ ആ സിറ്റുവേഷനിൽ അവർ നിൽക്കുമ്പോൾ, അവർ സൈലൻ്റ് ആയിട്ടിരുന്ന് അവരുടെ ലൈഫുമായിട്ട് കുറച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് നിങ്ങളെയാണ്. അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടിയിൽ ഈ ഒരു ഹാപ്പി സിറ്റുവേഷൻ അല്ല. അപ്പോൾ അവരെ ഓർക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അത് ഡെത്താണ് നമുക്ക് ലാസ്റ്റ് വന്നത് അല്ലേ. സോ ഡെത്ത് എന്ന് പറയുമ്പോൾ അവിടെ എൻഡ് ചെയ്ത്, ഓക്കെ, ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്ത് വന്ന്, ഈ ഒരു കൺട്രോളിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്. ആൻഡ് ഇവിടെ സ്റ്റാർ കാർഡാണ്, ഫുൾ സ്റ്റാർ കാർഡ് എന്ന് വെച്ചാൽ ഒരു ഹോപ്പ്. അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ കിട്ടുന്നത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. എനിക്ക് ആ തേർഡ് പാർട്ടിയിൽ അവർക്ക് അങ്ങനെ ഒരു സന്തോഷമായിട്ടല്ല കാണുന്നത്. പക്ഷേ അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. യെസ്, ഒരു തീരുമാനം എടുക്കാൻ ഒരു ലേശം ബുദ്ധിമുട്ട് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം. പക്ഷേ അവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ, ഒരു ഇതുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. ഓക്കെ, സ്റ്റാറാണ് നമ്മൾ പ്രതീക്ഷ, വിഷ്, ആഗ്രഹം എന്നൊക്കെ പറയാം. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ട് എന്തായാലും വളരെ വളരെ നല്ല സിനാരിയോ ഒന്നുമല്ല. ഓക്കെ, അവർ തമ്മിൽ പല പ്രശ്നങ്ങളും ഈഗോ കൊണ്ടാണെന്നാണ് മെയിനായിട്ട്. എന്തെങ്കിലും അതും ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ്, ഞാൻ അതാ പറയാൻ വന്നത്, സോറി, തേർഡ് പാർട്ടിയുടെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടാവാം. അതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. അവർക്ക് വല്ല ഒരു നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും അവരുടെ ലൈഫിൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് കുറച്ചുകൂടി നോക്കാൻ പറ്റിയത്, ഒരു ക്വസ്റ്റ്യൻ കൂടി എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളോടുള്ള ഫീലിംഗ് എന്നെടുക്കാം. ഓക്കെ, ഇത് വേണ്ട, ഇതും വേണ്ട. ഓക്കെ, നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ്, നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. ഞാൻ നല്ല ഡെപ്തിലേക്ക് പോവാണ്, നല്ല ഡെപ്ത് റീഡിങ് ആക്കുകയാണ്. സോ ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്നത്. 4 cups, 8 of swords, കൂടുതൽ എടുക്കില്ല. എന്താണ് വ്യൂവേഴ്സിനോട് പേഴ്സൻ്റെ ഫീലിങ്സ് ഇപ്പോൾ? അവർക്ക് പെട്ട് നിൽക്കുന്നു, അതൊക്കെ കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് സെയിം കാര്യമാണ് കാണുന്നത്. അവരിപ്പോൾ സ്റ്റക്കാണ്. ഓക്കെ, യെസ്, ഫൈനലി. ഓക്കെ, ഒരു കാർഡെങ്കിലും എനിക്ക് ആൻസർ ഒരുവിധം. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു, നിങ്ങളോട് സ്നേഹം ഫീൽ ചെയ്യുന്നു. അവരെ കയ്യിലിരിക്കുന്ന കപ്പ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അതാണ് അവരുടെ ഫീലിങ്സ് നിങ്ങളോട്. അവർക്ക് വേറെ ആരോടും താല്പര്യമില്ല, വേറെ ഒന്നിനോടും ഇപ്പോൾ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അവർ സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, തേർഡ് പാർട്ടിയുമായിട്ട് സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. തേർഡ് പാർട്ടി എനർജി ആര് തന്നെ ആയാലും, ഹസ്ബൻഡ് വൈഫ് ആവാം, ഞാൻ പറഞ്ഞ പോലെ എന്ത് സിനാരിയോ ആയിക്കോട്ടെ. ഓക്കെ, മാരീഡ്, അൺമാരീഡ്, സിംഗിൾ, വേറെ വട്ടെവർ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ അവർ സ്റ്റക്കായിട്ടാണ് അവർക്ക് തോന്നുന്നത്. 8 of swords ആണ്. അവർ വിചാരിക്കുന്നത് അതിൽ ഞാൻ സ്റ്റക്കാണ്, എനിക്ക് അതിൽ നിന്ന് ഒരിക്കലും പുറത്ത് വരാൻ സാധിക്കില്ല. മാരീഡൊക്കെ ആണെങ്കിൽ അവർ ജഡ്ജ്മെൻറ്റ് അവർക്ക് പേടിയാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് ഒരു പേടിയുണ്ട് അവർക്ക്, തെറ്റ് ചെയ്യാണോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അവർ പെട്ടെന്നെയാണ് നിൽക്കുന്ന ആ റിലേഷൻഷിപ്പിൽ, അതിൽ നിന്ന് അവർക്ക് പുറത്ത് വരാൻ സാധിക്കില്ല എന്ന രീതിക്കാണ്. എല്ലാ കാർഡ്സും അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അവർക്ക് തോന്നുന്നത് ടോട്ടലി എനിക്കിതിൽ ഒരു നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് എനിക്ക് വരുന്നത്. അവർക്കൊരു നിസ്സഹായ അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് ആക്ച്വലി നിങ്ങളുടെ കപ്പ് അവർ സ്വീകരിച്ചില്ലെങ്കിലും അവർക്ക് വേറെ ഒന്നും വേണമെന്നില്ല, അതുമില്ല. ഓക്കെ, അവർക്ക് വേറെ ആരോടും താല്പര്യമില്ല, ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ചിലവർക്ക് മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം, ചിലവർക്ക് നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവർ മാരീഡ് ആണ് എന്ന രീതിക്ക് ഒരു കൺഫർമേഷൻ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അവർക്ക് ഫീലിങ്സ്, ഞാനിത് ഒരു കാര്യമേ ഞാനൊന്ന് കാണാൻ ആഗ്രഹിച്ചുള്ളൂ, അത് വന്നു. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ ആൻഡ് പീസ്ഫുൾ ആയിട്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇവിടെ 3 ഉണ്ട്. സോ ഇമോഷണൽ കാര്യങ്ങൾ. പിന്നിൽ പക്ഷെ ചീറ്റിംഗ് നടന്നിട്ടുണ്ട്, അതാ പ്രശ്നം. ഓക്കെ, പിന്നിൽ ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു റിഗ്രറ്റ് അവർക്ക് ഉണ്ടാവാം, നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, ആക്ച്വലി എന്താ നമ്മൾ പറയുമ്പോൾ, നിങ്ങളെ അവർ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി അവരെ ചീറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, രണ്ടും ഉണ്ടാവും. സോ അതങ്ങനെയാണ്, കർമ്മ തിരിഞ്ഞു വരും അല്ലേ. ഓക്കെ, സോ നമുക്ക് വിട്ടേക്കാം, തൽക്കാലത്തിൽ മതി. ആൻഡ് ലെറ്റ്സ് സീ ഫ്രം ഒറക്കിൾ ഡെക്ക് കൂടി നിങ്ങൾക്ക് ഞാൻ മെസ്സേജസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച്. തേർഡ് പാർട്ടിയുമായിട്ട് അവിടെ എന്തായാലും നല്ല സിനാരിയോ അല്ല. ഓക്കെ, ഇത് കുറച്ച് ലോങ് റീഡിങ് ആയോ? സാറില്ല. ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയുന്നത്? വിഷ്, യുവർ ഹാർട്ട്സ് ഡിസയർ ഇസ് റെഡി ടു കം ട്രൂ. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ, മൂണാണോ അല്ല വേൾഡ് അല്ലേ. ഓക്കെ, വേൾഡ്,
ഫിനിക്സ്, flowers and star. ഇതാ ഹാർഡ് ടൈംസ് ആർ ഓവർ, ലുക്ക് ഫോർവേഡ് ടു ആൻ അബൻഡൻസ് ഓഫ് ഹാപ്പിനെസ്, എന്തൂസിയാസം ആൻഡ് പോസിറ്റിവിറ്റി. നിങ്ങളോട് പറയുന്നത് ഹോപ്പ് കൈവിടണ്ട എന്നാണ്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങൾ ഹോപ്പ് കൈവിടണ്ട. ഓക്കെ, ഒരു പ്രതീക്ഷ ഉണ്ട് ഈ സിറ്റുവേഷനിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ അടുത്ത് എന്തായാലും അവർക്ക് ചെറിയ അത്രയ്ക്ക് നല്ല ഒരവസ്ഥയിലല്ല. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷ് ഉണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം നടക്കും. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് നടക്കും. ഓക്കെ, ആൻഡ് ഡ്രാഗൺ ഫ്ലൈ ഹാവ് കോൺഫിഡൻസ് ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് ഗ്രേറ്റ് ജോയ്, റിന്യൂവൽ ആൻഡ് കണക്ഷൻ ടു സ്പിരിറ്റ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാം. ഓക്കെ, സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക, യൂണിവേഴ്സിനോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആൻസേഴ്സ് യൂണിവേഴ്സ് കിട്ടും, യൂണിവേഴ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിനെ കീപ്പ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, റിന്യൂവൽ വരും എന്ന രീതിക്ക്, അതായത് അവിടെ സന്തോഷങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് റിന്യൂവൽ വരുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കാം. ആൻഡ് വേൾഡ് കാർഡിൻ്റെ ബി ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഒരിക്കലും സ്റ്റക്കായി നിർത്തരുത്. ഓക്കെ, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ആ ഒരു വ്യക്തി വരട്ടെ, വന്നിട്ടേ ഞാൻ ബാക്കി അടുത്ത് ആലോചിക്കില്ല, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. അവർ വരുമ്പോൾ വന്നോട്ടെ എന്ന് വെക്കാം. ഓക്കെ, ആൻഡ് ബി പ്രിപ്പയർഡ് ടു ബി റിന്യൂഡ്. ഇത് രണ്ടും പറയുന്ന റിന്യൂവൽ ആണ്. സോ രണ്ടിലും പറയുന്നത് ഒന്ന് എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുതിയ റിന്യൂവൽ ഉണ്ടാവും. അല്ലെങ്കിലും ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നു, തേർഡ് പാർട്ടിയിൽ പോയി, എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ തമ്മിലുള്ള ഒരു റിന്യൂവൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു പുതിയ നല്ല തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ലവേഴ്സ് കാണാൻ ദർ ആർ 2 പാർട്സ് അഹെഡ്. ഓക്കെ, ബി ടു ടി. ഓക്കെ, യെസ്, ഇതാ നിങ്ങൾക്ക് ചോയ്സ് യൂണിവേഴ്സ് വിട്ട് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കൂ. ഓക്കെ, ഇങ്ങനെ ആ പേഴ്സൺ ഒട്ടും ആക്ഷൻ എടുക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്ര കാലം നിങ്ങൾ കാത്തിരിക്കും, അല്ലേ? സോ എവിടെയോ നിങ്ങൾ ആ ചോയ്സ് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ പേഴ്സൺ വരുന്നില്ല, സ്റ്റക്കായി നിൽക്കുന്നു, അവരൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ നോക്കുക. ബി ട്രൂ ടു യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾ അവനവനെ, നമ്മൾ പറയില്ലേ, ശരിക്കും അവനവന് വില കൊടുക്കുക. ഓക്കെ, എത്ര കാലമാണ് ഒരു മനുഷ്യർ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലേ? സോ നിങ്ങൾ തീരുമാനം എടുക്കുക. ഈ ഒരു ചോയ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വിട്ട് തരുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ വരും, പക്ഷെ അതിന് നിങ്ങൾ മൈൻഡ് ഓപ്പൺ ആവണം. ഓക്കെ, നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ആവണം. എന്നിട്ട് ഓക്കെ, ഞാൻ എന്തും നിങ്ങൾക്ക് ആഗ്രഹം എന്താണ്, നിങ്ങളുടെ വിഷ് എന്താണ്, നിങ്ങൾക്ക് സ്നേഹം എന്നൊരു വിഷ് നിങ്ങൾ വെക്കാം. അതായത് ആത്മാർത്ഥമായ സ്നേഹം, നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു വ്യക്തി, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്ന ഒരു വ്യക്തി, അതായിരിക്കണം നിങ്ങളുടെ വിഷ്. എപ്പോഴും അതായിരിക്കണം നമ്മളുടെയൊക്കെ ആഗ്രഹം. ഓക്കെ, അത് യൂണിവേഴ്സിന് അറിയാം എന്താണ് നല്ലത് നമുക്കുള്ളത്, അത് നമുക്ക് കൊണ്ടുവന്ന് തരും. പക്ഷെ നിങ്ങൾ വിഷ് ആ രീതിക്ക് നിങ്ങൾ മാറ്റാം. ഓക്കെ, ഈ പേഴ്സൺ വേണം എന്ന് മാത്രം പറഞ്ഞ് നിൽക്കരുത്. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥമായി എനിക്കൊരു സ്നേഹം, കെയർ തരുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് നിങ്ങൾ അങ്ങനെ ഓപ്പൺ ആവാൻ റെഡി ആയാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ വരെ ഓപ്ഷൻ തരും. ഓക്കെ, എനിവേ ഇവിടെ ചോയ്സ് നിങ്ങൾക്കുണ്ട്. തേർഡ് പാർട്ടിയിൽ പെട്ട് നിൽക്കുന്ന എങ്ങനെ വേണോ അതോ എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.